Hello dear teachers and welcome back. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കോഴ്സും എങ്ങനെ നമുക്ക് ബാക്കപ്പ് എടുക്കാം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ബാക്കപ്പ് എടുക്കാൻ വേണ്ടി നമ്മുടെ കോഴ്സ് ഏത് കോഴ്സിൻ്റെ ആണോ വേണ്ടത് ആ കോഴ്സിൻ്റെ ഉള്ളിൽ കയറുക. എന്നിട്ട് നമ്മുടെ ഗിയർ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഈ ഓപ്ഷൻസിൻ്റെ അകത്ത് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഈ ബാക്കപ്പ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുതിയ പേജിലേക്ക് നമ്മളെ റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ഈ പേജിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം അല്ലേ? ബാക്കപ്പിൻ്റെ സെറ്റിങ്സ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓർത്തിരിക്കണം, നമ്മളൊരു കോഴ്സ് ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഴ്സിൻ്റെ നമ്മൾ ടീച്ചേഴ്സ് എന്ന നിലയിൽ എന്തൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ അത് മാത്രമാണ് നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത്. യൂസർ ഡീറ്റെയിൽസ്, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പോസിബിൾ അല്ല. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കാണാം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇവൻറ്റ്സ്, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക്, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ ബാക്കപ്പ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി വേണ്ടതെല്ലാം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ആക്ടിവിറ്റി നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ഈ ചെക്ക് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തി. ഇവിടെ നമുക്ക് നമ്മുടെ ഫയലിൻ്റെ പേരെന്താണ് വേണ്ടത്, ബാക്കപ്പ് ഫയലിൻ്റെ പേരെന്താണ് വേണ്ടത് അത് കൊടുക്കാം. ഓർക്കണം, ബാക്കപ്പ് ഫയലിൽ .mbz എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ആവശ്യമാണ്. നമ്മൾ ആ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ എറർ കാണിക്കും. ഡിഫോൾട്ട് കൊടുക്കുകയാണെങ്കിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ റീനെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, എക്സ്റ്റൻഷൻ കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഓപ്ഷൻസും ഇവിടെ ടിക്കിട്ട് കാണാം. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ക്രോസ് മാർക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ പ്രീവിയസിൽ പോയി നമുക്ക് തിരിച്ച് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫയലിൻ്റെ പേര് കൊടുത്തു, വേണ്ടതെല്ലാം ഉണ്ട് എന്ന് എൻഷുർ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നെക്സ്റ്റ് ബട്ടൺ അല്ലെങ്കിൽ പെർഫോം ബാക്കപ്പ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പേജിലേക്ക് വരും. ബാക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ ഒരു ഗ്രീൻ ബട്ടണിൽ അത് കാണിക്കും. കണ്ടിന്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അടുത്തൊരു പേജിലേക്ക് വന്നു. ഈ ഒരു പേജിൽ നമുക്ക് കാണാം നമ്മുടെ ബാക്കപ്പ് ഫയൽ അവൈലബിൾ ആണ്. അതിൻ്റെ സൈസ്, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത് സ്റ്റോർ ചെയ്യാൻ പോസിബിൾ ആണ്. ഇനി ഞാൻ ബാക്കപ്പ് എടുത്തൊരു ഫയൽ ഉണ്ടെങ്കിൽ എനിക്കത് റിസ്റ്റോർ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ബാക്കപ്പ് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സാധാരണ ഫയൽ എടുക്കുന്നത് മാതിരി ചൂസ് ഫയൽ എടുക്കുക. ഏത് ലൊക്കേഷനിലാണോ നമ്മുടെ ബാക്കപ്പ് ഫയൽ ഉള്ളത് അത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം റിസ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന കോഴ്സ്, അതിൻ്റെ അകത്ത് ആക്ടിവിറ്റീസ്, നമ്മൾ ബാക്കപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ കോഴ്സിൽ നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ പോസിബിൾ ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.